ശ്രീ സുഭാഷ് ചന്ദ്രബോസോട് നമുക്കൊപ്പം ചേരുന്നു. സർ, ഇനി ഇത് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുകയില്ല, അതായത് കരയിൽ ഉള്ള സാധ്യത പരിപൂർണമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുകയില്ലെന്നാണ് കേണൽ ഡെസ്റ്റിനി പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നത് 98% മണ്ണ് നീക്കിക്കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു പരിശോധനയില്ല, ഇനി അവിടെ പരിശോധന നടത്തുന്നില്ല എന്നാണ്. അതായത് ഇനി പരിശോധന നടത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാധ്യത അവിടെ ബാക്കിയുണ്ട്, അത് പരിപൂർണമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല. മൊബൈൽ ഫോൺ റിങ് ചെയ്തത് അടക്കം ഈ നദിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ ഒരു പരിശോധന ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കാപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണോ വിലയിരുത്തേണ്ടത്? കേണൽ ഡെസ്റ്റിനി പറയുന്നത് അനുസരിച്ച് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇപ്പോൾ വരുന്ന പുതിയ ഈ സ്ഥിരീകരണം? ഞാൻ ആദ്യം മുതൽ ഇത് 16 മുതൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സാധാരണയായിട്ട് ഇതുപോലെ നടക്കുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. ഇതിനകത്തൊരു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കാണേണ്ടത് മനുഷ്യജീവനും കൂടി ചേർന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ്. അപ്പം അതിനൊരു പ്രോട്ടോക്കോളും ഒരു പ്ലാൻ ഓഫ് ആക്ഷനും ഒരു ടെംപ്ലേറ്റും ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയല്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സമാന്തരമായി തന്നെ നദിയിൽ നോക്കാൻ പറ്റും, സമാന്തരമായി തന്നെ കരയിൽ നോക്കാൻ പറ്റും. അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ആദ്യത്തെ ഫസ്റ്റ് ദിവസമോ രണ്ടാം ദിവസം മാക്സിമം പോയാൽ പിറ്റേ ദിവസം, അതിനപ്പുറം പോകാൻ പാടില്ല, പിറ്റേ ദിവസം തന്നെ ഒരു വളരെ ഹയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരും എക്സ്പെർട്ടുകളും ഇരുന്നൊരു പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ചുള്ളൊരു നീക്കമല്ല അവിടെ നടക്കുന്നത്. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയോ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം അസിസ്റ്റന്റ് നോക്കി, പിന്നെ അസോസിയേറ്റ് നോക്കി, അങ്ങനെ പോകുന്ന സ്റ്റെപ്പാണ്. ആദ്യം ലോക്കൽ പോലീസ് ചെല്ലുന്നു, PWD ചെല്ലുന്നു, പിന്നെ എഞ്ചിനീയർ ചെല്ലുന്നു, 2-3 പിന്നെ JCB ചെല്ലുന്നു, പിന്നെ അത് കഴിഞ്ഞ് ആളെ കൂട്ടുന്നു, പിന്നെ നേവിയെ വിളിക്കുന്നു, പിന്നെ സൈന്യത്തെ വീട്ടുകാരിടപെടുമ്പോൾ സൈന്യത്തെ വിളിക്കുന്നു, പിന്നെ കേരളത്തിൽ നിന്ന് ഒരു ആളിനെ കൊണ്ട് രഞ്ജിത്ത് ഇസ്രായേലിയെ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിനെ അവിടെ കയറ്റുന്നില്ല. അങ്ങനെ ഇതിന്റെ ഒരു സീക്വൻസ് പരിശോധിച്ചാൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഒരു പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം നേരത്തെ ഇവിടെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു ആക്സിഡന്റ് അല്ല, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഇത് ഡിസാസ്റ്ററിൽ വരില്ല എന്നൊരു ന്യായം ആദ്യം പറയാമായിരുന്നു, ആദ്യഘട്ടത്തിൽ പറയാം. കാര്യം ഇതൊരു ആക്സിഡന്റ് ആണല്ലോ, ഒരു സ്ഥലത്ത് നടത്തുന്ന ആക്സിഡന്റ് ആണ്. പക്ഷെ ഇതിനകത്ത് ലാൻഡ് സ്ലൈഡ് കൂടി വന്ന സാഹചര്യത്തിൽ ഡിസാസ്റ്ററിലേക്ക് കണക്ക് കൂട്ടാം. അങ്ങനെ ഡിസാസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഓപ്പർച്യൂണിറ്റി ടൈമും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി മൊമെന്റ്സ് ഉണ്ട്, ഗോൾഡൻ അവേഴ്സ് ഉണ്ട്, ഗോൾഡൻ മൊമെന്റ്സ് ഉണ്ട്, ഗോൾഡൻ ടൈം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ സമയങ്ങളിൽ ആണ് നമ്മുടെ സംവിധാനങ്ങൾ ഒന്നാകെ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അതിനുള്ളൊരു പ്രവർത്തനങ്ങൾ കാണുന്നില്ല. ഇതവർ കരയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒഴുക്കുള്ള നദിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒഴുക്കുള്ള നദിയിൽ ഫോക്കസ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കടലുമായി അടുത്ത് കിടക്കുന്ന നദിയിൽ ഫോക്കസ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ 5 ദിവസം കൊണ്ട് നദിയിലായിരുന്നുവെങ്കിൽ അതിന് ഒഴുകി പോകാനോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവാനോ കൂടുതൽ ഹസാർഡസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സാധ്യതകളെ നമ്മൾ കാണാം. അപ്പൊ ഇത് ഓപ്ഷൻ 1, പ്ലാൻ 1, പ്ലാൻ 2 അല്ലെങ്കിൽ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നദിയിലേക്ക് പോകാനുള്ള സാധ്യത, കരയിലെ തന്നെ പരിശോധന പൂർണ്ണമായും അവസാനിപ്പിക്കാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. ആ വലിയ വീഴ്ചയൊക്കെ ഇനിയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു വീഴ്ച, ആ ഒരു ഉദാസീന മനോഭാവം ഇപ്പോൾ ഈ പരിശോധന അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്നിടത്തും അത് തുടരുകയാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഈ 2% എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും 98%, 2% കുറവല്ലേ? അങ്ങനെയല്ല. അവിടെ എത്ര ലോഡ് ഡെബ്രിസ് ആണ് വീണിട്ടുള്ളത്, അത് എത്രമാത്രം ഹസാർഡസ് ആണ്, എത്ര അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്, അതിൽ എത്രയാണ് മാറ്റിയത്, ഈ 2% എന്ന് പറയുന്നത് തന്നെ എത്ര മാറ്റേണ്ടി വരും എന്നുള്ളതും ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു വളരെ കൃത്യമായ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള എക്സ്പെർട്ടുകൾ, നാഷണൽ ലെവലിലുള്ള എക്സ്പെർട്ടുകളൊക്കെ ഇരുന്ന് വളരെ സീരിയസ് ആയി നടത്തേണ്ട ഒരു ഓപ്പറേഷനാണ്. അപ്പൊ അല്ലാതെ ഇതിപ്പോ മിനിസ്റ്റർ പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ SP പറയുന്നു, റവന്യൂ മിനിസ്റ്റർ പറയുന്നു, ഇങ്ങനെയാണ് 98% നോക്കി, ഇനിയിപ്പോൾ 2% ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇത് വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ വളരെ ഒഫീഷ്യലായി പ്രൊഫഷണലായി അഭിപ്രായം പറയേണ്ടതും അങ്ങനെ പ്രൊഫഷണലായി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു പ്രൊഫഷണലിസമോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആക്ട് അനുസരിച്ചുള്ള പ്രോട്ടോക്കോളോ അതനുസരിച്ചുള്ള ഇവാക്വേഷൻ ഓപ്പറേഷനോ അതിനനുസരിച്ചുള്ള ഒരു ടെംപ്ലേറ്റോ ഒന്നും അവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ അവസാന നിമിഷത്തിൽ ഈ 5-6 ദിവസവും ഗുരുതരമായ ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ശ്രീ സുഭാഷ് ദാസ്, ഒരു കാര്യം കൂടെ, കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ആ ഒരു സമ്മർദ്ദം അതുകൊണ്ടുകൂടിയാണ്, പിന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സമ്മർദ്ദം, ഇതെല്ലാം കൊണ്ടുകൂടിയാണ് ഈ അവസാന ദിവസങ്ങളിലെങ്കിലും ഈ രീതിയിലേക്ക് തെരച്ചിൽ നടത്തുന്നത്. വീട്ടുകാര് പ്രധാനമന്ത്രിക്കും മെയിൽ അയച്ചും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ മെയിൽ അയച്ചിട്ടാണോ സൈന്യം വരേണ്ടത്? ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് 2005 ഉണ്ടാക്കിയ ആക്ട് അനുസരിച്ച്
വളരെ വിപുലമായ അധികാരവും സമ്പത്തും എല്ലാമുള്ള ആക്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് വലിയ അധികാരമാണ് കൊടുക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റിന് വലിയ അധികാരമാണ്, ഈവൻ ജില്ലാ കളക്ടർക്ക് വരെ വലിയ അധികാരവും സമ്പത്തും ഒക്കെയാണ് കൊടുക്കുന്നത്. ധാരാളം പണം യൂട്ടിലൈസ് ചെയ്യാം, അധികാരം യൂട്ടിലൈസ് ചെയ്യാം, ജുഡീഷ്യൽ പവറാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും ഇതൊരു ലോക്കൽ ലെവൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് എന്നുള്ള നിലയിൽ ആദ്യം ഇത് പോയത്. അതിന്റെ ബാക്കി ദുരന്തങ്ങൾ. അപ്പൊ ശരിക്കും ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസാസ്റ്റർ ആണ്. അല്ലാതെ ഇത് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഡിസാസ്റ്റർ ആണ് നടക്കുന്നത്. അല്ലാതെ അവിടുത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടലോ അല്ലെ ലാൻഡ് സ്ലൈഡോ അല്ലെ മഴയോ അല്ല ഡിസാസ്റ്റർ. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങളാണ്. ഇവിടെ നിന്ന് മന്ത്രി പോകുന്നു, ആളുകൾ പോകുന്നു, ഫോൺ വിളിക്കുന്നു, മീഡിയ സമ്മർദ്ദപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കേണ്ടത്. അതിന് നടക്കേണ്ട ഒരു പ്രോട്ടോക്കോളും ഒരു ടൈം ലൈനും അതിനൊരു പാരലൽ ഓപ്പറേഷൻസും ഒക്കെ നടക്കണം. അപ്പൊ നദിയിൽ എന്നാ നോക്കേണ്ടത്? അന്ന് അതിന് ഈ ഒരു സെക്കൻഡ് പ്ലാൻ ബി കൂടി വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ബി കൂടി ചെയ്യണ്ടേ? അപ്പൊ പ്ലാൻ ബി ചെയ്യാതെ 6 ദിവസം കഴിഞ്ഞിട്ടാണോ പ്ലാൻ ബി നോക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, വലിയൊരു ചോദ്യം അതിപ്പോഴും ബാക്കി നിർത്തുന്നു എന്നുള്ളത് കൃത്യമാണ്.